തുറക്കും. ഒന്നു കരഞ്ഞാലോ മനിച്ചെന്നിഴി തുടയ്ക്കും. ഓ എത്ര നല്ല സ്നേഹമെൻ്റെ ഈശോ, ഓ എത്ര നല്ല സ്നേഹമെൻ്റെ ഈശോ. ഒന്നു വിളിച്ചാലോടി എൻ്റെ അരികിലെത്തും. ഒന്നു സ്തുതിച്ചാൽ അവൻ എൻ്റെ മനം തുറക്കും. ഒന്നു കരഞ്ഞാലോ മനിച്ചെന്നിഴി തുടയ്ക്കും. ഓ എത്ര നല്ല സ്നേഹമെൻ്റെ ഈശോ, ഓ എത്ര നല്ല സ്നേഹമെൻ്റെ ഈശോ. ഒന്നു തളർന്നാലവൻ എൻ്റെ കരം പിടിക്കും. പിന്നെ കരുണാമയനായി താങ്ങി നടത്തും. ഒന്നു തളർന്നാലവൻ എൻ്റെ കരം പിടിക്കും. പിന്നെ കരുണാമയനായി താങ്ങി നടത്തും. ശാന്തി പകരും എൻ്റെ മുറിവുണക്കും. എത്ര നല്ല സ്നേഹമെൻ്റെ ഈശോ, ഓ എത്ര നല്ല സ്നേഹമെൻ്റെ ഈശോ. ഒന്നു വിളിച്ചാലോടി എൻ്റെ അരികിലെത്തും. ഒന്നു സ്തുതിച്ചാൽ അവൻ എൻ്റെ മനം തുറക്കും. ഒന്നു കരഞ്ഞാലോ മനിച്ചെന്നിഴി തുടയ്ക്കും. ഓ എത്ര നല്ല സ്നേഹമെൻ്റെ ഈശോ, ഓ എത്ര നല്ല സ്നേഹമെൻ്റെ ഈശോ. തന്നെ അനുഗമിക്കാൻ അവൻ എന്നെ വിളിക്കും. തിരുവചനം പകർന്നെൻ്റെ വഴി തെളിക്കും. നല്ല സ്നേഹിതൻ യേശു മാത്രമേ, നല്ല നായകൻ യേശു മാത്രമേ. നല്ല സ്നേഹിതൻ യേശു മാത്രമേ, നല്ല നായകൻ യേശു മാത്രമേ. ക്ലേശങ്ങളെല്ലാം മാറ്റുന്നവൻ, ഭാരങ്ങളെല്ലാം താങ്ങുന്നവൻ. ക്ലേശങ്ങളെല്ലാം മാറ്റുന്നവൻ, ഭാരങ്ങളെല്ലാം താങ്ങുന്നവൻ. എന്നെ നയിക്കുന്ന നല്ല
കഷ്ടങ്ങളും നഷ്ടങ്ങളും അകറ്റുവാൻ പാരിതിൽ വന്നു പിറന്ന രക്ഷകനീശുനാഥ. പാരിലെ കഷ്ടങ്ങളും നഷ്ടങ്ങളും അകറ്റുവാൻ പാരിതിൽ വന്നു പിറന്ന രക്ഷകനീശുനാഥ. സ്വർഗസിയോനിലുന്ന നാഥനോടൊത്ത് വാഴാൻ നിഷ്കളങ്കയായി നിൽക്കുന്നേ യേശുവേ വേഗം വരേണമേ. സ്വർഗസിയോനിലുന്ന നാഥനോടൊത്ത് വാഴാൻ നിഷ്കളങ്കയായി നിൽക്കുന്നേ യേശുവേ വേഗം വരേണമേ. യേശു മാത്രമേ നല്ല നായകൻ, യേശു മാത്രമേ.
സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കാലം. ഹല്ലേലൂയ. പ്രിയ പൈതലിനെ ദൈവം എത്രത്തോളം അനുഗ്രഹിച്ചല്ലോ. അവിടെ പൈതൽ പ്രായം മുതൽ ഇതുവരെയും സർവശക്തനായ ദൈവം അവളെ പരിപാലിക്കുവാനും കരുതുവാനും ഇടയായിത്തീർന്നു. ദൈവം തക്ക സമയമായപ്പോൾ പ്രിയ പൈതലിന് വേണ്ടുന്ന ഭാവി കാര്യങ്ങൾ ഹല്ലേലൂയ ദൈവം കരുതുവാനും അതിന് വേണ്ടുന്ന ക്രമീകരണങ്ങൾ ചെയ്യുവാനും സർവശക്തനായ ദൈവം കൃപ നൽകിയല്ലോ. ഇന്ന് അതിനോടനുബന്ധിച്ച് 121 സങ്കീർത്തനം വായിച്ച് പ്രാർത്ഥിച്ച് പൈതലിനെ അനുഗ്രഹിക്കുവാൻ ആളുകൾ കർത്താവിൽ ശരണപ്പെടുന്നു. 121 സങ്കീർത്തനം. ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നു. നിന്റെ കാൽ വഴുതുവാൻ അവൻ സമ്മതിക്കുകയില്ല, നിന്നെ കാക്കുന്നവൻ മയങ്ങുകയില്ല. ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങുകയില്ല, ഉറങ്ങുകയില്ല. യഹോവ നിന്റെ പരിപാലകൻ, യഹോവ നിന്റെ വലതുഭാഗത്ത് നിനക്ക് തണൽ. പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും നിന്നെ ബാധിക്കുകയില്ല. യഹോവ ഒരു ദോഷവും തട്ടാതെ വണ്ണം നിന്നെ പരിപാലിക്കും. അവൻ നിന്റെ പ്രാണനെ പരിപാലിക്കും. യഹോവ നിന്റെ ഗമനത്തെയും ആഗമനത്തെയും ഇന്നു മുതൽ എന്നേക്കും പരിപാലിക്കുമാറാകട്ടെ. ദൈവത്തിന്റെ പരിശുദ്ധ നാം ഒരിക്കൽ കൂടി വാഴ്ചപ്പെടുമാറാകട്ടെ. ഇന്ന് പകൽക്കാലം അല്ലെങ്കിൽ പ്രിയ പൈതലിന്റെ വിവാഹം നിശ്ചയമാണല്ലോ. പ്രിയ പൈതലിന് വേണ്ടി നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. പൈതൽ പ്രായം മുതൽ ഇന്നുവരെയും പൈതലിനെ ഹല്ലേലൂയ ദൈവം പരിപാലിക്കുവാനിടയായി തീർന്നു. പ്രത്യേക അവിടെ മാതാവിനെ പിതാവിനെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ ദൈവഭയത്തോടെ പൈതലെ വളർത്തുവാൻ, ദൈവനാമത്തിന് വേണ്ടി ഉയർത്തി വളർത്തുവാൻ സർവശക്തനായ ദൈവം പ്രിയ ജോയ് സാറിനും തന്റെ കുടുംബത്തിനും കൃപ നൽകിയല്ലോ. ഹല്ലേലൂയ പ്രിയ ദേവദാസിനും തന്റെ കുടുംബത്തെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. നിങ്ങൾ രണ്ടുപേരെയും ഓർത്ത് ഒരു നിമിഷം എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. അതുപോലെ ഇന്ന് പകൽക്കാലം നടത്തിയ ശുശ്രൂഷകളെ കുറിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഒരു നിമിഷം എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. ദേവദാസന്മാർ മുമ്പോട്ട് വന്ന് പ്രിയ പൈതലിന് വേണ്ടി പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഒരു നിമിഷം എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. പ്രിയ പൈതലിന് വേണ്ടി പ്രാർത്ഥിച്ചാട്ടെ. പകൽക്കാലം നടക്കുന്ന വിവാഹ നിശ്ചയം വളരെ അനുഗ്രഹമായി ചെയ്യുവാൻ ഹല്ലേലൂയ കഴിഞ്ഞ ഹല്ലേലൂയ ആദ്യം മുതൽ ഇവരെയും സർവശക്തനായ ദൈവം പൈതലെ അനുഗ്രഹിക്കുവാൻ ഇടയായി തീർന്നല്ലോ. അവിടെ ഹാലിലെ ഭാവികാരികളെ പഠനകാരികളൊക്കെ ദൈവം അനുഗ്രഹിച്ചല്ലോ. പകൽക്കാലം അവിടെ വിവാഹ നിശ്ചയത്തോടനുബന്ധിച്ച് നടത്തുവാൻ ദൈവത്തിന്റെ വാദപ്പെടുത്തി മുടക്കാൻ കൊടുക്കുവാൻ പൈതലിന് വേണ്ടി ദൈവം ശുഭ തന്നല്ലോ. മഹാപരിശുദ്ധനും കാട്ടുവാനുമായ ദൈവമേ സ്വർഗ്ഗപിതാവേ, ഈ നല്ല സമയത്തെ ഓർത്തൊരിക്കൽ കൂടി അടിയങ്ങളെ വാഴ്ത്തുന്നു കർത്താവേ. ആരുടെ അംഗടികളെ തലമുറയായ അംഗടികളെ വരവും കോട്ടയുമാകുന്ന കർത്താവേ, ഇത്രത്തോളം കർത്താവേ ദാസരെ ദാസിയെ പരിപാലിച്ച എല്ലാ വിധങ്ങൾക്കായി സ്വാതന്ത്ര്യം ചെയ്യുന്നവർക്ക് ധാരമാതക കുഞ്ഞുങ്ങളെ പ്രിയ പൈതൽ സൂചനകളെ കരങ്ങളിലേക്ക് എഴുതി കർത്താവേ. ഹാല് പൈതലെ ഹാലിലെ പഠനകാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കാലോട് വിവാഹ നിശ്ചയത്തോടനുബന്ധിച്ച് കർത്താവിന്റെ സന്നിധിയിൽ കടന്നു വരുവാൻ ദൈവം നൽകിയ എല്ലാ കൃപകൾക്കായി സ്തോത്രം ചെയ്തു. എനിക്ക് സഹായം വരും. എന്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ചവനായ യഹോവയ്ക്ക് വരും. നല്ല കർത്താവേ, പൈതലിന് വേണ്ടുന്ന സഹായം താഴ്ന്നു കാലോട് വിവാഹ നിശ്ചയത്തോടനുബന്ധിച്ച് കടന്നു വരുവാൻ അവൾക്കായി ഒരുക്കിയിരിക്കുന്ന കർത്താവെ വരനെ ഓർത്ത് സ്തോത്രം ചെയ്ത് കർത്താവെ ജോസഫിനെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് കേൾപ്പിക്കുന്നു. പൈതൽ കടന്നു വരുന്ന സ്ഥാനത്തൊക്കെ അവരുടെ കൂട്ടുകാരോടായ അവന്റെ മാതാപിതാക്കളെ സഹോദരങ്ങളെ ഓർത്ത് സ്തോത്രം ചെയ്ത് കർത്താവെ പകൽക്കാലം തക്ക സമയത്ത് കൂട്ടിവെക്കുന്നതിനായ സ്തോത്രം. പൈതലിന്റെ ഭവനത്തിൽ വെച്ചുള്ള ശുശ്രൂഷകളുടെ മേൽ കർത്താവെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് കേൾപ്പിച്ച് സ്തോത്രം ചെയ്ത് ഇത്രത്തോളം മാനിച്ച് ഇത്രത്തോളം അനുഗ്രഹിച്ച കർത്താവെ വീണ്ടും പൈതൽ അനുഗ്രഹിക്കുന്ന എല്ലാ വിധങ്ങൾക്കും എല്ലാ ഉപകാരങ്ങളും നന്മകൾക്കായി സ്തോത്രം ചെയ്ത് കർത്താവെ. ഹല്ലേലൂയ ഹല്ലേലൂയ. മനുഷ്യനേകനായിരിക്കുന്നത് നന്നല്ല എന്ന് തക്കതായ തുണയൊരുക്കുന്ന കർത്താവ് പൈതലിന് വേണ്ടി ഒരുക്കിയ എല്ലാ വിധങ്ങൾക്കും എല്ലാ ഉപകാരങ്ങളെല്ലാം നന്മകൾക്കായി സ്തോത്രം ചെയ്യുന്നു. ഇവിടെ തലവണക്കിരിക്കുന്ന ഹല്ലേലൂയ ഹല്ലേലൂയ ബന്ധുമിത്രാദികള് ചാച്ചക്കാര് സഹോദരങ്ങള് ഹാലയൊക്കെ ഓർത്ത് സ്തോത്രം ചെയ്ത് കർത്താവ് പകൽക്കാലം പ്രിയ ഭവനത്തിലെ ശുശ്രൂഷ അനുഗ്രഹിച്ച കർത്താവ് ഹാലയുടെ അനുഗ്രഹിക്കുന്നതിനൊക്കെയായി സ്തോത്രം. ഓടിച്ചോടത്തിൽ നടക്കുന്ന ശുശ്രൂഷകൾക്കായി സ്തോത്രം. കടന്നു വരുന്ന ദൈവഭക്തന്മാർക്കായി സ്തോത്രം. അവരൊക്കെ തക്ക സമയത്ത് കൂട്ടിവെക്കുന്ന വിധങ്ങൾക്കായി സ്തോത്രം ചെയ്ത് കർത്താവ്. പ്രാർത്ഥന യാചന കേട്ടതിനായ സ്തോത്രം. നിങ്ങളുടെ സാന്നിധ്യത്തോട് എല്ലാ വിധങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കായി പ്രത്യാലവനോ പൈതലിന്റെ പ്രിയ മാതാപിതാക്കളെ ഓർത്ത് അടിയനെ സമ്പൂർണ്ണ പിതാവായ ദൈവത്തിന്റെ സ്നേഹം ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും പകൽക്കാലം നടക്കുന്നതായ മാന്യമായ ശുശ്രൂഷയിലും എല്ലാത്തിനും പേരും കർത്താവിലൂടെ ഇവിടെ നിൽക്കുന്നവരെല്ലാം ആ ബസ്സിലൂടെ കയറണം. പോകുന്നിടത്തോളം ആളുകൾക്ക് അങ്ങ് പോകണം, നിന്ന് പോകാൻ ഇവിടെ അടുത്തായിട്ടുണ്ട്.
യഹോവായിരേ 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 യഹോവായിരേ. യഹോവായിരേ ഇരേ ഇരേ യഹോവായിരേ ഇരേ ഇരേ യഹോവായിരേ ഇരേ ഇരേ യഹോവായിരേ ഇരേ ഇരേ. തന്മക്കൾക്കായി ദൈവം കരുതുന്നുന്നതമായി ആകുലമോ ഇനിയും യഹോവായിരേ യഹോവായിരേ ഇരേ ഇരേ യഹോവായിരേ ഇരേ ഇരേ. എൻ ഹൃദയേ സമാധാനം യഹോവായിരേ. എൻ ഭവനേ സർവനന്മകളും യഹോവായിരേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. എൻ ഹൃദയേ സമാധാനം യഹോവായിരേ. എൻ ഭവനേ സർവനന്മകളും യഹോവായിരേ. തൻ മകനായി ജീവിക്കും ഞാൻ, തൻ വഴിയേ നടക്കും ഞാൻ, തൻ വചനം ഘോഷിക്കും ഞാൻ യഹോവായിരേ യഹോവായിരേ ഇരേ ഇരേ യഹോവായിരേ ഇരേ ഇരേ. എനിക്കുള്ള ആഹാരം യഹോവായിരേ. പാർപ്പിടവും വസ്ത്രവും യഹോവായിരേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. എനിക്കുള്ള ആഹാരം യഹോവായിരേ. പാർപ്പിടവും വസ്ത്രവും യഹോവായിരേ. തൻ രൂപം എൻ വാഴ്വിലും തൻ സ്തുതികൾ എൻ നാവിലും നിരന്തരമായി സൂക്ഷിക്കും ഞാൻ യഹോവായിരേ യഹോവായിരേ ഇരേ ഇരേ യഹോവായിരേ ഇരേ ഇരേ യഹോവായിരേ ഇരേ ഇരേ യഹോവായിരേ ഇരേ ഇരേ. തന്മക്കൾക്കായി ദൈവം കരുതുന്നുന്നതമായി ആകുലമോ ഇനിയും യഹോവായിരേ യഹോവായിരേ ഇരേ ഇരേ യഹോവായിരേ ഇരേ ഇരേ യഹോവായിരേ ഇരേ ഇരേ യഹോവായിരേ ഇരേ ഇരേ.
ഓശാന പാടിടാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കൈയടിച്ചു പാടിടാം, കരങ്ങൾ വീശി പാടിടാം, നൃത്തമാടി പാടിടാം, സ്തോത്രഗീതം പാടിടാം. കൈയടിച്ചു പാടിടാം, കരങ്ങൾ വീശി പാടിടാം, നൃത്തമാടി പാടിടാം, സ്തോത്രഗീതം പാടിടാം. പാടിടാം പാടിടാം ഹല്ലേലൂയ പാടിടാം, പാടിടാം പാടിടാം ഓശാന പാടിടാം. പാടിടാം പാടിടാം സ്തോത്രഗീതം പാടിടാം, ജീവനുള്ള നാഥന് ഓശാന പാടിടാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഇസ്രായേലിൻ നാഥന് ഹല്ലേലൂയ പാടിടാം. അബ്രാമിൻ നാഥന്, ഹല്ലേലൂയ പാടിടാം. ഇസ്രായേലിൻ നാഥന് ഹല്ലേലൂയ പാടിടാം. അബ്രാമിൻ നാഥന്, ഹല്ലേലൂയ പാടിടാം. ഇസഹാക്കിൻ നാഥന്, ഹല്ലേലൂയ പാടിടാം. യാക്കോബിൻ തനയന്, ഹല്ലേലൂയ പാടിടാം. ഇസഹാക്കിൻ നാഥന്, ഹല്ലേലൂയ പാടിടാം. യാക്കോബിൻ തനയന്. ഹല്ലേലൂയ പാടിടാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ദാവീദിൻ പുത്രന്, ഹല്ലേലൂയ പാടിടാം. കന്യാതനയന്, ഹല്ലേലൂയ പാടിടാം. ദാവീദിൻ പുത്രന്, ഹല്ലേലൂയ പാടിടാം. കന്യാതനയന്, ഹല്ലേലൂയ പാടിടാം. ആത്മനാഥനീശന്, ഹല്ലേലൂയ പാടിടാം. രക്ഷ നൽകും നാഥന്, ഹല്ലേലൂയ പാടിടാം. ആത്മനാഥനീശന്, ഹല്ലേലൂയ പാടിടാം. രക്ഷ നൽകും നാഥന്. നിശ്ചയത്തോടനുബന്ധിച്ച് ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ സന്നിധിയിൽ പ്രിയ ആഡിറ്റോറിയത്തിൽ കടന്നു വരുവാൻ സർവേശ്വരനായ ദൈവം നൽകിയ എല്ലാ കൃപകളെയും ഓർത്ത് ഞാൻ ദൈവത്തെ അതിയായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പ്രത്യേക വേദിയിലായിരിക്കുന്ന കർത്താവദാസന്മാർക്കും അതുപോലെ ഓഡിറ്റോറിയത്തിലായിരിക്കുന്ന ദൈവമക്കൾക്കും ദൈവജനത്തിനും വീണ്ടും വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. പ്രാർത്ഥിച്ച് ഇന്ന് പകൽക്കാലത്തെ ശുശ്രൂഷകൾ തുടങ്ങുവാൻ ആഗ്രഹിക്കുകയാണ്. പ്രാർത്ഥനയ്ക്കായി കർത്താവിന്റെ ദാസൻ ടി വി ജോൺ പാസ്റ്ററെ ക്ഷണിച്ചോളൂ. നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഞങ്ങളുടെ സ്നേഹമേറിയ സ്വർഗ്ഗസ്ഥ പിതാവേ, രണ്ടോ മൂന്നോ പേരുടെ നാമത്തിൽ കൂടി വരുമ്പോൾ അവരുടെ നടുവിൽ ഞാൻ ഉണ്ടെന്ന് വാക്ക് പറഞ്ഞ
വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായ ദൈവത്തിന്റെ മഹനീയ സന്നിധിയിൽ ഈ രാവിലെ സമയം ഞങ്ങൾക്ക് ഈ ഓഡിറ്റോറിയത്തിൽ കൂടി വരുവാൻ അനുവാദ അവസരം നൽകി തന്ന കർത്താവിന്റെ കൃപകളെ ഞങ്ങൾ നന്ദിയോടെ ഓർക്കുന്നു. ഞങ്ങളുടെ വാത്സല്യ കുഞ്ഞുങ്ങൾ സൂസന്റെയും ബിനുവിന്റെയും വിവാഹ നിശ്ചയ ശുശ്രൂഷയുള്ള ബന്ധത്തിൽ ക്ഷണിക്കപ്പെട്ട് കടന്നു വന്നിരിക്കുന്ന അനുഗ്രഹിതരായ കർത്താവിന്റെ ദാസന്മാർ, പ്രിയ കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കന്മാർ, സഹോദരി സഹോദരങ്ങൾ, അവരുടെ ഉൾപ്പെട്ട് നിൽക്കുന്ന സഭ ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കേണ്ടതിന് ക്ഷണിക്കപ്പെട്ട് കടന്നു വന്നിട്ടുള്ള എല്ലാ പ്രിയ മക്കളെയും നിന്റെ കരങ്ങളിലേക്ക് ഇന്ന് രാവിലെ സമർപ്പിക്കുകയാണ്. നീണ്ട വർഷങ്ങൾ അവിടുത്തെ വയലിൽ വിവിധ നിലകളിൽ പ്രവർത്തിച്ചും കർത്താവിന് വേണ്ടി ശ്രേഷ്ഠകരമായ ശുശ്രൂഷ ചെയ്യുന്ന പ്രിയ മകൻ ജോയ് സാറിന്റെ മകളുടെ വിവാഹ നിശ്ചയത്തോടുള്ള ബന്ധത്തിൽ ഞങ്ങൾക്ക് ഒരുമിച്ചുകൂടി ആയിരിക്കാൻ കർത്താവ് അവസരം നൽകിയ കൃപയ്ക്ക് നന്ദിയോട് സ്തോത്രം. പ്രിയ കുഞ്ഞുങ്ങൾ ജനിക്കുന്നതിന് മുമ്പ് തന്നെ അവർക്ക് വേണ്ടി കരുതുകയും അവർക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ പൂർത്തീകരണത്തിനായി ഇന്ന് രാവിലെ ഞങ്ങൾ നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുകയാണ്. പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്ന ദൈവം, തക്ക സമയത്ത് തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഒരുക്കുന്ന കരുതുന്ന ദൈവം ഞങ്ങളുടെ ദൈവമാണെന്ന് ഞങ്ങൾക്ക് നന്ദിയോടെ ഓർക്കുവാൻ നൽകി തരുന്ന വിലയേറിയ ഭാഗ്യത്തിനായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. നിന്റെ വാത്സല്യ കുഞ്ഞുങ്ങളുടെ വിവാഹ നിശ്ചയ ശുശ്രൂഷ ഇവിടെ നടക്കുമ്പോൾ ഇതിൽ സംബന്ധിക്കുന്ന എല്ലാ പ്രിയ മക്കളും മാനവികന്മാരും സഭകളും ഒരുപോലെ സന്തോഷിപ്പാൻ കർത്താവിടെയാക്കുമാരാകണമേ. തുടർന്ന് ചെയ്യുന്ന എല്ലാ കർത്താവെ പ്രോഗ്രാമിലും അവിടുത്തെ മഹനീയ സാന്നിധ്യം കർത്താവ് നൽകുമാരാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷ ലീഡ് ചെയ്യുന്ന നിന്റെ വിലപ്പെട്ട ദാസന്മാർക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ വലിയ അനുഗ്രഹങ്ങളാൽ ഈ ശുശ്രൂഷയെ ആദ്യോടന്തം കർത്താവ് നിറച്ചനുഗ്രഹിക്കുമാരാകണമേ. ദൈവത്തിന്റെ ആത്മാവിന്റെ ആ നിറവിന്റെ സാന്നിധ്യം കൊണ്ട് ഈ ശുശ്രൂഷ മനോഹരവും മംഗളവുമാക്കി തീർക്കുമാരാകണം. കർത്താവ് ഞങ്ങളുടെ പ്രാർത്ഥനയുടെ സ്തോത്രം യേശു ക്രിസ്തുവിന്റെ ധന്യമേറിയ നാമത്തിൽ തന്നെ പിതാവേ. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ വലിയ നാമം പകൽക്കാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വേദിയിലായിരിക്കുന്ന കർത്താവിന്റെ ശ്രേഷ്ഠദാസന്മാർ, പ്രത്യേക നമ്മുടെ യേശുവിന്റെ ഡിസ്ട്രിക്റ്റിന്റെ ചുമതല വഹിക്കുന്ന ടി.ഐ. എബ്രഹാം പാസ്റ്റർ, അതുപോലെ നമ്മുടെ കൗൺസിൽ അംഗവും സീനിയർ പാസ്റ്ററുമായിരിക്കുന്ന നമ്മുടെ പപ്പ അല്ലെങ്കിൽ തങ്കച്ചൻ പാസ്റ്റർ, അതുപോലെ ഇന്ത്യ ദൈവസഭയുടെ അടൂർ ഡിസ്ട്രിക്ട് പാസ്റ്ററായിരിക്കുന്ന മറ്റമുസ, മറ്റെല്ലാ ദൈവദാസന്മാർക്കും അതുപോലെ കടന്നു വന്ന എല്ലാ ദൈവമക്കൾക്കും ഇന്ന് പകൽക്കാലം വീണ്ടും എന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇന്ന് പകൽക്കാലം നമ്മുടെ പ്രിയ കുഞ്ഞുങ്ങൾ സൂസന്റെയും വിനു ജോസഫിന്റെയും വിവാഹ നിശ്ചയത്തോടനുബന്ധിച്ചാണല്ലോ നാം ഇന്ന് പകൽക്കാലം ഈ ഓഡിറ്റോറിയത്തിൽ കടന്നു വരുവാൻ ഇടയായി തീർന്നത്. ഇന്ന് പകൽക്കാലത്തെ ശുശ്രൂഷയുടെ അധ്യക്ഷനായി നമ്മുടെ സെഷന്റെ ചുമതല വഹിക്കുന്ന സെഷന്റെ ചുമതല വഹിക്കുന്ന VM ജേക്കബ് പാസ്റ്റർ അധ്യക്ഷനായി ക്ഷണിച്ചുകൊണ്ട് ഞാൻ ദിവസം കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിൽ മഹത്വം ഉണ്ടാവട്ടെ. നമ്മുടെ വാത്സല്യ കുഞ്ഞുങ്ങൾ സൂസന്റെയും വിനുവിൻ്റെയും വിവാഹ നിശ്ചയത്തോടുള്ള ബന്ധത്തിൽ ഒരുമിച്ച് കൂടാൻ ഇടയാക്കി. ദയവായി പ്രാർത്ഥനയോടുകൂടെ ദൈവസന്നിധിയിൽ സമയങ്ങളായിരിക്കാം. ഇപ്പോൾ ഗായക സംഘം ഒരു പാട്ട് പാടുന്നതും അനന്തരമായി ഈ സഭയുടെ ശുശ്രൂഷകനായിരിക്കുന്ന പാസ്റ്റർ സാമൻകുട്ടി ഇരുപതാം സങ്കീർത്തനം വായിച്ച അനന്തരമായി നിങ്ങളെങ്കിലും കടന്നു വന്ന കർത്താവിൻ്റെ ദാസൻ പ്രാർത്ഥിക്കുന്നതും ആയിരിക്കും. ദൈവമക്കൾ Yes,
നമുക്കെല്ലാവർക്കും ദിവസം എഴുന്നേറ്റ് 20-ാം സങ്കീർത്തനം വായിക്കുവാൻ കർത്താവിൽ ക്ഷമപ്പെടുന്നു. യഹോവ കഷ്ടകാലത്ത് നിനക്ക് ഉത്തരവരുമാറാകട്ടെ. യാക്കോവിന്റെ ദൈവത്തിന്റെ നാമം നിന്നെ ഉയർത്തുമാറാകട്ടെ. അവൻ വിശുദ്ധാവനത്തിൽ നിന്നും നിനക്ക് സഹായം അയക്കുമാറാകട്ടെ. സിയോനിൽ നിന്ന് നിന്നെ താങ്ങുമാറാകട്ടെ. നിന്റെ വഴിപാടുകളൊക്കെയും അവൻ ഓർക്കട്ടെ. നിന്റെ ഹോമയാഗം കൈക്കൊള്ളുമാറാകട്ടെ. നിന്റെ ഹൃദയത്തിന് ആഗ്രഹം അവൻ നിനക്ക് നൽകട്ടെ. നിന്റെ താല്പര്യമൊക്കെ നിവർത്തിക്കട്ടെ. ഞങ്ങൾ നിന്റെ ജയത്തിൽ ഘോഷിച്ചുല്ലസിക്കും. ഞങ്ങളുടെ ദൈവത്തിന്റെ നാമത്തിൽ കൊടി ഉയർത്തും. യഹോവ നിന്റെ അപേക്ഷകളൊക്കെ നിവർത്തിക്കുമാറാകട്ടെ. യഹോവ തന്റെ അഭിഷിക്തനെ രക്ഷിക്കുന്നു എന്ന് ഞാൻ ഇപ്പോൾ അറിയുന്നു. അവൻ തന്റെ വിശുദ്ധ സ്വർഗത്തിൽ നിന്നും തന്റെ വലങ്കൈയുടെ രക്ഷകരമായ വീര്യപ്രവൃത്തികളാൽ അവൻ ഉത്തരമല്ലും. ചിലർ രഥങ്ങളിലും ചിലർ കുതിരകളിലും ആശ്രയിക്കുന്നു. ഞങ്ങളോ ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തെ കീർത്തിക്കും. അവർ കുനിഞ്ഞു വീണുപോയി, എന്നാൽ ഞങ്ങൾ എഴുന്നേറ്റ് നിൽക്കുന്നു. യഹോവ രാജാവിനെ രക്ഷിക്കണമേ. ഞങ്ങൾ അപേക്ഷിക്കുമ്പോൾ ഉത്തരമറിയണമേ. ദൈവസന്നിധിയിൽ നമുക്ക് ഒരുമിച്ചത്തോടെ പ്രാർത്ഥന. എല്ലാ കണ്ണുകളും അടച്ചാട്ടെ. ഇന്നിവിടെ നടക്കുന്ന ഈ വിവാഹ നിശ്ചയത്തോട് ബന്ധപ്പെട്ടാണ് നമ്മൾ ഒരുമിച്ചായിരിക്കുന്നത്. എല്ലാവരും അത്ഭുതം കർത്താവിനെ സ്തോത്രം ചെയ്തിട്ട് എല്ലാ കണ്ണുകളും അടച്ചാട്ടെ. പ്രിയ ബിനുവിൻ്റെയും സൂസന്റെയും വിവാഹ നിശ്ചയം കർത്താവിന്റെ ക്രമപ്രകാരം എന്ന ദിവസം നടക്കുവാനൊക്കെ വേണം കർത്താവ് നമ്മളെല്ലാം കൊണ്ടുവന്നതിനായി കർത്താവിനെ സ്തോത്രം ചെയ്യാം. എല്ലാവരും അധരങ്ങൾ കർത്താവ് നന്ദി പറഞ്ഞാട്ടെ. ഹാലൂയ, ഹാലൂയ, ഹാലൂയ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവെ, ഈ നല്ല പകലിനായി കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ഈ ഓഡിറ്റോറിയത്തിനകത്ത് ആയിരിക്കുന്നല്ല കർത്താവെ, ഇന്ന് പകൽ ഞങ്ങളെ വന്ന നിർദ്ദേശമൊക്കെ കർത്താവ് അറിയുന്നു. ഇവിടെ നടക്കുന്ന എല്ലാ ശുശ്രൂഷകളും ഏറ്റവും ആമേൻ ഭംഗിയായി ആമേൻ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട് നടക്കുവാൻ തക്കവണ്ണം കർത്താവ് സഹായിച്ചാട്ടെ. കർത്താവെ, പ്രിയ ബിനുവിനായ സൂസനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രിയ കുഞ്ഞുങ്ങളെ കർത്താവ് ഇതുവരെ പരിപാലിച്ച് സൂക്ഷിച്ചല്ലോ. ഇരു കുടുംബങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. ഇവിടെ വന്നു ചേർന്ന എല്ലാ അഭിഷിക്ത ബന്ധങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. എല്ലാ ചർച്ചക്കാർക്കായി, ബന്ധുമിത്രാദികൾക്കായി, നെയ്ബേഴ്സിനായി, കർത്താവെ എല്ലാ ഫ്രണ്ട്സിനായിട്ടൊക്കെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെല്ലാം ഒരുമിച്ച് ചേർന്ന് ഇന്ന് പകലിവിടെ എടുക്കുന്ന തീരുമാനം ഏറ്റവും നല്ലതായി തീരുവാൻ കർത്താവ് സഹായിക്കുവാനാകണമേ. എല്ലാ ശുശ്രൂഷകളും ഏറ്റവും ഭംഗിയായും നന്നായിട്ടും ചെയ്യുവാൻ പരിശുദ്ധാത്മാവിന്റെ പൂർണ്ണമായ നിയോഗം ഈ ഹോളിനകത്തുള്ള ഞങ്ങൾ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. എല്ലാം കർത്താവെ നിന്റെ തിരുഹിത പ്രകാരം നടക്കുവാൻ കർത്താവ് സഹായിച്ചാട്ടെ. ആമേൻ. ഇവിടെ ആയിരിക്കുന്ന എല്ലാ ദേവദാസന്മാർക്കായി പ്രാർത്ഥിക്കുന്നു. തുടർന്നുള്ള എല്ലാ ക്രമീകരണങ്ങളും കർത്താവിന്റെ തിരുഹിത പ്രകാരം നന്ദി പറഞ്ഞ് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകലിൽ ഇവിടെ ഞങ്ങൾ ഈ വിവാഹ നിശ്ചയ രേഖകൾ തയ്യാറാക്കി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അത് മാറി കർത്താവെ അടുത്ത ദിനങ്ങളിൽ ആമേ നടക്കാതിരിക്കുന്ന വിവാഹത്തിന് വേണ്ടിയൊക്കെ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ച് ആ നിലയിൽ ഞങ്ങൾ ആഗ്രഹിച്ചൊക്കെ ആയിരിക്കുന്നു. കർത്താവെ, നിന്റെ ഒരു താമസത്തിൽ ആ നന്മയൊക്കെ കണ്ടെന്ന് സന്തോഷിപ്പാൻ ഞങ്ങൾ എല്ലാവരെയും കർത്താവ് സഹായിക്കുമാറാകണമേ. ഇത്രത്തോളം കാര്യങ്ങളൊക്കെ ഭംഗിയാക്കുന്നതിനായി കർത്താവ് നന്ദി പറയും. നല്ല കാലാവസ്ഥ, നല്ല സാഹചര്യങ്ങൾ, നല്ല നിമിഷങ്ങൾ ഞങ്ങളുടെ കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി പ്രദാനം ചെയ്തതിനായി ഞങ്ങൾ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽ ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. മുഴുവൻ മഹത്വവും ഞങ്ങൾ കർത്താവിന് അർപ്പിക്കുന്നു. നസ്രായ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഇപ്പോൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കേൾക്കണമേ നല്ല പിതാവേ. ദൈവത്തിന് മഹത്വം. എറണാകുളം കുമ്പളങ്ങി പുത്തൻ വീട്ടിൽ ഡിഒ ആനുടെയും മേരി ആനുടെ മകൻ ബിനു ജോസഫ്, ശൂർനാട് ഷെനിൽ വാസുജോയും ജോർജിൻ്റെയും ജെസി ജോയുടെ മകൾ സൂസൻ ജോയെ വിവാഹാലോചനയ്ക്കായി കഴിഞ്ഞ ആളുകൾ ഒരുമിക്കാനിടയായി. രണ്ട് കുഞ്ഞുങ്ങളുടെയും ഈ വിവാഹത്തിനുള്ളതായ കാര്യത്തിൽ സന്തോഷമായിരുന്നാൽ രണ്ട് ഭവനക്കാരും തമ്മിൽ ഒരു ധാരണയിലാവാൻ കർത്താവ് സഹായിച്ചു. ഈ വിവാഹ കാര്യത്തിൻ്റെ ഉറപ്പിനായി
സദസ്സിനെ ഇന്ന് പകൽ ഇവിടെ കൂട്ടുവരുത്തിയിരിക്കുകയാണ്. ആ കാര്യം പൊതുവിൽ പ്രസ്താവിക്കും. വിവാഹത്തെക്കുറിച്ചുള്ള ഒരു ധാരണ എത്തിയെന്ന് പ്രസ്താവിക്കുവാനിടയായിത്തീർന്നു. ആ ധാരണയിലെത്തിയ കാര്യം എറണാകുളത്തു നിന്നുള്ളതായ പ്രിയപ്പെട്ടവരുടെ ഉത്തരവാദിത്തപ്പെട്ട ഒരാൾ മുൻപോട്ട് കടന്നു വന്ന് പ്രസ്താവിച്ചു. കർത്താവിൻ്റെ പരിശുദ്ധമായ നാമത്തിലും നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽ ഞങ്ങളുടെ ബിനുവിൻ്റെയും പ്രത്യേക സുസൻ്റെയും വിവാഹം ചെയ്ത ബന്ധത്തിൽ ഞങ്ങൾക്കിടെ കടന്നു വരുവാനിടയായി തീർന്നത് ചില നാളുകൾക്ക് മുമ്പ് അവരിൽ പരസ്പരം കാണുകയും കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവയ്ക്കുകയും ഒക്കെ ചെയ്തു. അതിൻ്റെ പേരിൽ ഞങ്ങൾ ഇന്നിവിടെ കടന്നു വരുവാനും തുടർന്നുള്ള വിവാഹ നിശ്ചയ ദിവസം അതെങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചിന്തിക്കാനാണ് ഞങ്ങൾ കടന്നു വന്നിരിക്കുന്നത്. ഞങ്ങളുടെ കാര്യങ്ങൾ താമദാസന്മാർ പിന്നാലെ അറിയിക്കുന്നതായിരിക്കും. ദൈവമായ കർത്താവ് നമ്മളെ സഹായിക്കും. വിവാഹം അടുത്ത ഈ മെയ് മാസം 7-ാം തീയതി ചെറുക്കൻ്റെ ഭവനത്തിൻ്റെ അടുത്തുള്ള പിന്നോമിന ഓഡിറ്റോറിയത്തിൽ വെച്ചു നടത്തുവാനാണ് താല്പര്യപ്പെട്ടിരിക്കുന്നത്. വിവരം അറിയിച്ചിരുന്നു. കർത്താവ് വരുവാൻ താമസിച്ച 2015 മെയ് മാസം 7-ാം തീയതി വ്യാഴാഴ്ച പകൽ 10 മണിക്ക് 10:30 കുമ്പളങ്ങി ഫിലോമിന ഓഡിറ്റോറിയത്തിൽ വെച്ച് വിവാഹ ശുശ്രൂഷ നടത്തി വരൻ്റെ വസതിയിൽ വീട് കയറുന്നതിനുള്ളതായ ധാരണയാണ് എത്തിയിരിക്കുന്നത്. ഇവിടെ നിന്നുള്ള പ്രിയപ്പെട്ടവരും അങ്ങനെ തന്നെയാണല്ലോ സമ്മതിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനിയും നിങ്ങൾക്ക് നിശ്ചയമായും താല്പര്യം കാണും ഈ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ കാണുവാനായിട്ട്. അതുകൊണ്ട് ആദ്യം പ്രിയ സൂസൻ മുമ്പോട്ട് കടന്നു വരിക, അതിന് പിന്നാലെ ബിനുവും കടന്നു വരിക. കൊല്ലം ജില്ലയിൽ കുന്നത്തൂർ താലൂക്കിൽ ശിവനാട് വില്ലേജിൽ ഗോരപ്പാട്ട് മേഖലയിൽ വീട്ടിൽ ശ്രീമാൻ ജോർജിൻ്റെയും
ജെസ്സി ജോയിയുടെയും മകളും പോർവഴി ഷാരോൺ ഫെലോഷിപ്പ് ചർച്ച് അംഗമായ സൂസൻ ജോയി എറണാകുളം ജില്ലയിൽ കൊച്ചി താലൂക്കിൽ കുമ്പളങ്ങി വില്ലേജിൽ ശ്രീമാൻ ബി ഒ ആൻ്റണിയുടെയും ശ്രീമതി മേരി ആൻ്റണിയുടെയും മകനും കുമ്പളങ്ങി ന്യൂ ഇന്ത്യ ചർച്ച് സഭാംഗവുമായ ബിനു ജോസഫും തമ്മിലുള്ള വിശുദ്ധ വിവാഹം 2015 ആണ്ട് മെയ് മാസം 7-ാം തീയതി രാവിലെ 10:30 മണിക്ക് കുമ്പളങ്ങി ഫിലോമിന ഓഡിറ്റോറിയത്തിൽ വെച്ച് കുമ്പളങ്ങി ന്യൂ ഇന്ത്യ ദൈവസഭയുടെ ആഭിമുഖ്യത്തിൽ വിവാഹ ശുശ്രൂഷ നടത്തി വരൻ്റെ വീട്ടിൽ കയറുന്നതിന് ഇരുഭാഗത്തുമുള്ളതായ ബന്ധുമിത്രാദികൾ, കർത്താവിൻ്റെ ദാസന്മാർ, സഭാപ്രതിനിധികൾ എല്ലാവരും ചേർന്ന് ഇന്നേ ദിവസം ആയത് 2/5/2015 പോർവഴി ക്ഷേത്ര സഭയുടെ ആഭിമുഖ്യത്തിൽ നവരാത്രി ഓഡിറ്റോറിയത്തിൽ വെച്ച് വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. ഒരു ഭാഗത്തുമുള്ള കർത്തൃദാസന്മാർ ഒപ്പ്, വരൻ്റെയും വധുവിൻ്റെയും ഒപ്പ്, രക്ഷകർത്താക്കളുടെ ഒപ്പ്, സഭാപ്രതിനിധികളുടെ ഒപ്പ്. ഈ കത്ത് കൈമാറുന്നതിന് വേണ്ടി ഉത്തരവാദിത്തപ്പെട്ട പ്രിയപ്പെട്ടവർ മുമ്പോട്ട് കടന്നു. കത്ത് കൊടുക്കട്ടോ. കത്ത് വാങ്ങട്ടെ. കുഞ്ഞുങ്ങളുടെ എൻഗേജ്മെന്റ് ശുശ്രൂഷ അങ്ങനെ അനുഗ്രഹമായി നടത്തപ്പെടുവാൻ സർവശക്തനായ ദൈവത്തെ സ്തുതിക്കുന്നു.